നിങ്ങളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എല്ലാ ആഘോഷങ്ങളും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ആസ്വദിക്കുന്നത് ഈ തേക്കങ്കാട് സന്നിധിയിൽ വന്നിട്ടാണ്. പറനിറയെ പൊന്നടക്കും പൗർണമി രാവായി. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൂവിളി പൂവിളി പൊന്നോണമായി. ഓണത്തെ ഓണം ലഹരി ഇല്ലാത്ത ഒരു ഓണമായി തീരട്ടെ. സിംഹം മാത്രമല്ല, നമ്മുടെ ജയഭാരതി ഉണ്ട്. 10-25 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? മാവേലി പാതാള യാത്ര എല്ലാരും കണ്ടു. ഇത് ബംഗാളി എന്താ പറയുക, ഹിന്ദി പറഞ്ഞ പോലെ നമസ്കാരമുണ്ട്. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പതിവ് തെറ്റിച്ചില്ല. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൂടെ പോയിട്ട് വീണ്ടും ആദ്യം തന്നെ TCVയിൽ എത്തിയിട്ടുണ്ട്. അത്തത്തിന്റെ അന്ന് തന്നെ നോം എത്തി. വടക്കുന്നാഥന്റെ മുൻപിൽ ഒരു ഭീമം പൂക്കളം, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫൺ വിത്ത് മാവേലി 10 ദിനം. അപ്പോൾ TCVയിൽ 7:30 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ നോമുണ്ട്. ആ വിശേഷങ്ങളൊക്കെ കേൾക്കാനും വിശേഷങ്ങളൊക്കെ പറയാനും പാട്ടുകളും ആട്ടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പൊളിക്കല്ലേ. ഓണം കളറാവട്ടെ എന്ന്. എങ്ങനെ കളറാവട്ടെ മൊത്തം, അപ്പോൾ വൈബാവട്ടെ എന്നൊക്കെ പറയും പോലെ പുതിയ കാലഘട്ടത്തിൽ പറയുമ്പോൾ ഓണം കളറും വൈബുമായി തീരട്ടെ. ഫൺ വിത്ത് മാവേലി ആരാന്നറിയോ സമർപ്പിക്കണത്? മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്. നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് ഈ പ്രാവശ്യം നമ്മുടെ ഫൺ വിത്ത് മാവേലി പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് തുടങ്ങുമല്ലേ. എങ്ങനെ പൊളിക്കുമല്ലേ എന്നാ. അപ്പോൾ നോം എത്തിയിരിക്കുകയാണ്. അങ്ങനെ മനസ്സങ്ങോട്ട് നിറഞ്ഞു. അത്തമായി നമ്മളെത്തി. ഓണം കേഹു കെമ്പേമോ ആകും ഈ വർഷം. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? എത്തിലോ ശക്തന്റെ മണ്ണില് വടക്കുന്നാഥന്റെ തിരുസന്നിധിയിൽ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ള അത്തപ്പൂക്കളം തന്നെ മലയാളികളുടെ ആ പോയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷമായി ഓണം വരവായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാലോളം നാളിലെ പുലിക്കളി അവസാനിക്കുന്നത് വരെ മലയാളികൾക്ക് ഓണാരവമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർക്കാർക്ക്. നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുമ്പോ ഏറെ സന്തോഷമാണ്. പുലിക്കളി അല്ലേ, നാലാം ഓണത്തിന് ഈ പ്രാവശ്യം ഗംഭീരാകും അല്ലേ? ഒരു സംശയവുമില്ല, അതിഗംഭീരാവും പുലിക്കളി ഓണാഘോഷം. ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഓണക്കാലത്ത്. നമുക്കറിയാം ഇതൊരു സൗഹൃദ പൂക്കളം. എത്രയോ ആളുകൾ ഇങ്ങനെ വരുന്നു പൂക്കളം അല്ലേ. ഇതൊരു സന്തോഷല്ലേ. തൃശ്ശൂർക്കാർക്ക് ഓണാഘോഷം മാത്രമല്ല, പൂരാഘോഷം മാത്രമല്ല, എല്ലാ ആഘോഷങ്ങൾക്കും നമ്മുടെ തേക്കങ്കാട് മൈതാനം സജ്ജമാക്കുന്നതിന് ദേവസ്വം ബോർഡ് എല്ലാ കാലത്തും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഈ വർഷത്തെ പൂരം, ഈ വർഷത്തെ ഓണം, അതുപോലെ തിരുവാതിര, എല്ലാ ആഘോഷങ്ങളും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ആസ്വദിക്കുന്നത് ഈ തേക്കങ്കാട് സന്നിധിയിൽ വന്നിട്ടാണ്. അതാണ് വടക്കുന്നാഥന്റെ പ്രത്യേകത. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പൊ എങ്ങനെയാണ് വടക്കുന്നാഥന്റെ മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയോ ആളുകൾ എവിടെ നിന്നെല്ലാം വരുന്നു. ഇന്ന് തന്നെ കണ്ടോ, ഇത് രാത്രി വരെ ഇങ്ങനെ പൂക്കളത്തിന്റെ ഫോട്ടോ എടുത്ത് ഒരു സന്തോഷമല്ലേ? അതെ, 100% സന്തോഷമാണ്. തൃശ്ശൂരുകാർക്കും. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നതാണ്. എങ്കിലും അപ്പൊ തൃപ്പൂണിത്തുറ അത്തച്ചമയം അങ്ങനെ ഉഷാറല്ലേ? അത്തച്ചമയം ഉഷാറാണ്. പക്ഷെ ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നൊരു ഇതുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തുകാരനായി, ഇപ്പോൾ തൃശ്ശൂരുകാരനും കൂടി ആയി ഞാൻ. അപ്പോൾ തൃശ്ശൂർ എങ്ങനെ വന്നിട്ട് ആ തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂർ വന്നപ്പോൾ കൊതിയായോ തൃശ്ശൂർക്കാരെ കണ്ടപ്പോൾ? ഞാൻ പണ്ടും വന്നിട്ടുണ്ട്, മുമ്പും ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഇതിന് വന്നിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ ഒരു എന്താ പറയുക, പ്രത്യേക വൈബാണ്. സന്തോഷമാവട്ടെ. ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോണു. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകുന്നു. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരിയിൽ ഇതുപോലെ ഒരു വലിയ ഓണാഘോഷത്തിൻ്റെ പ്രാരംഭം ഇന്ന് കുറിക്കുകയാണ്. ഈ ഒരു മഹോത്സവത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ
ഈ തൃശ്ശൂരിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ട്. നമുക്കറിയാം ഓണം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് നമ്മുടെ തൃശ്ശൂര്. നാളെ ഓണം കഴിയണവരെയും തിരക്ക്. ഈ പ്രാവശ്യം എങ്ങനെയാ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കുമല്ലേ? പിന്നെ എല്ലാ വർഷത്തെ പോലെയും വളരെ നന്നായി ഓണം ആഘോഷിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. മാത്രമല്ല ഈ തവണത്തെ ഓണം ലഹരി ഇല്ലാത്ത ഒരു ഓണമായി തീരട്ടെ. ലഹരി എന്ന് പറയുന്ന ജീവിതം അതൊരു ലഹരിയാണ്. അതല്ലാതെ ഒരു ലഹരിയിലേക്ക് നമുക്ക് പോകണ്ട. പ്രത്യേകിച്ച് ഓണം ഒരു ലഹരി ആവട്ടെ, കളറാവട്ടെ. ഓണമാകട്ടെ ലഹരി. എല്ലാവരോടും പറയാനുള്ള കാര്യം അതാണ്. ലഹരി ഉപയോഗിക്കരുത്, ഓണമാകട്ടെ ലഹരി. അപ്പൊ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും. നമുക്കിതിൽ ഈ അത്തപ്പൂക്കളത്തിൽ ഞങ്ങൾ സഹൃദ കൂട്ടായ്മയുടെ ഒരു അംഗമാണ് ഞാൻ. ഞാൻ ഇതിൽ പങ്കെടുക്കാനും ഈ പരിപാടി വിജയിപ്പിക്കാനും എല്ലാവരും നമ്മുടെ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റും എല്ലാവരും വന്നതിലും എല്ലാവരും കണ്ണേട്ടനും അതുപോലെ ഈച്ചരത്തും രവി എല്ലാവരും വന്നതിൽ BJP ആളും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നു. അപ്പൊ നമ്മള് ഇതാ കണ്ടോ, സൗഹൃദ കൂട്ടായ്മ, തൃശ്ശൂരുള്ള സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ഭീമം അത്തപ്പൂക്കളത്തിന്റെ അതിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആ ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കണ്ണേട്ടനാണ് ഇതിന്റെ ചെയർമാൻ. സൗഹൃദ കൂട്ടായ്മ കുറെ വർഷങ്ങളായി ഈ അത്തത്തിന്റെ അന്ന് ഇത്ര വലിയൊരു പൂക്കളം, ഭീമം പൂക്കളം, അത് കാണാനായിട്ട് എത്രയോ ആളുകൾ ഇങ്ങനെ ഒഴുകി വരണത്. സന്തോഷല്ലേ? സന്തോഷം തന്നെ, സന്തോഷം. ഓണം എങ്ങനെ കളറാവല്ലേ? ഓണം കളർഫുൾ. ചേട്ടാ എങ്ങനെയുണ്ട്? തകർക്കും. ഓണം തൃശ്ശൂരിന്റെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും വലിയ ആഘോഷമാണ്. അത് തകർക്കുക തന്നെ ചെയ്യും. അതിന് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ തുടക്കം. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഇപ്പൊ എത്ര വർഷമായി? ഇത് 18ാമത്തെ പൂക്കളം 17 വർഷം പൂർത്തിയാക്കി. 2018 മാത്രം ഇട്ടില്ല. അല്ല, 2021 22 ഇട്ടില്ല, കോവിഡ് കാരണം. 18 പ്രളയം കാരണം. കഴിഞ്ഞ തവണ ഞങ്ങൾ കളം വിട്ടു, വളരെ ചെറുതാക്കി നാമമാത്രമായിട്ട്. അത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. വയനാടിന്റെ ദൃശ്യങ്ങൾ അവിടെ ചിത്രീകരിക്കുക കൂടി ചെയ്തു. അതിന്റെ ഈ ഫണ്ട് ചുരുക്കിയിട്ട് അത് ഞങ്ങൾ ചെക്കായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചെക്ക് മുഴുവൻ കണ്ണേട്ടനെ ഏൽപ്പിച്ച് കണ്ണേട്ടൻ അത് കളക്ടർക്ക് കൈമാറുകയാണ് ഉണ്ടായത്. വലിയൊരു സംഖ്യ, 10,000-കണക്കിന് രൂപ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ കളം ചുരുക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഈ പ്രാവശ്യം നമുക്ക് എത്ര പൂക്കളൊക്കെ, എന്തോരം പൂക്കളൊക്കെ വന്നു? എവിടെ നിന്നൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? പൂക്കൾ മുഴുവൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പൂക്കൾ ഒരു 1500 മേലെ കിലോ പൂക്കളുണ്ട്. ഞങ്ങളുടെ 150ഓളം സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ രാപ്പകലില്ലാതെ 3-4 ദിവസത്തെ ഒരു എഫർട്ടാണിത്. അതിന്റെ സാക്ഷാത്കാരമാണ് ഈ പൂക്കളം. സന്തോഷമായി, വളരെ സന്തോഷം. ഞങ്ങളെ 18ാമത്തെ വർഷം അടിപൊളിയായി. അപ്പോൾ ചെറിയ കാര്യമല്ല ഈ ചെയ്യുന്നത്. കാരണം ഇത് ആസ്വാദകർക്ക് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാ. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൂക്കളം അല്ലേ? തീർച്ചയായും ഓണത്തിന്റെ ഇനി 10 ദിവസമല്ല, ശരിക്കും 4 ഓണം കഴിയുന്നത് വരെ തൃശ്ശൂരിന്റെ അവസ്ഥ ഇതാണ്. ഈ ഉത്സവമേളങ്ങളുടെ ഒരു അകമ്പടി ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് മുതൽ. ഒന്നും പറയാനില്ല അല്ലേ? കളർഫുൾ ആണ്. പറയാൻ ഏറെയുണ്ട്. അതാണല്ലോ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അത്തം 10 തിരുവോണം, ഇത് നമുക്ക് സമൂഹത്തിന് നല്ലൊരു മാതൃക ആയി മാറട്ടെ. എല്ലാവരും കൂട്ടായ്മയായി സൗഹൃദത്തോടു കൂടി ഒന്നായി പൂർവ്വകാലത്തെ ഓണസ്മരണകളെ പുതുക്കാൻ നമുക്കിത് പ്രചോദനമായി മാറട്ടെ എന്നാണ് മാവേലിയോട് അപേക്ഷിക്കാനുള്ളത്. അപ്പോ സൗഹൃദ കൂട്ടായ്മ ആദ്യമായിട്ടല്ല, ആ സൗഹൃദ കൂട്ടായ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 17 വർഷമായിട്ട് ചില്ലറ കാര്യമല്ല ഇവിടെ നടക്കണത്. അത് നമ്മളറിയാം, എത്രയോ ആളുകളല്ല ഇവിടേക്ക് വരുന്നത് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ. അതൊരു വലിയൊരു സംഭവമാണ്. എങ്ങനെ ഓണം കളറല്ലേ? പിന്നെന്താ, ഓണം 14 ദിവസം ആഘോഷമാക്കി മാറ്റിയതാണ് ഈ സൗഹൃദ കൂട്ടായ്മ. നമുക്ക് തൃശ്ശൂർകാർക്ക് അത്തം മുതൽ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഉത്രാടം മുതലാണ് നമ്മുടെ തൃശ്ശൂർ പരിപാടികളായിരുന്നത്. അത് അത്തം മുതൽ 14 ദിവസമാക്കിയിട്ട് ഉയർത്തുവാനാണ് ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. അത്തം തന്നെ നമുക്ക്, അല്ലെങ്കിൽ അത്താഘോഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൃപ്പൂണിത്തറയായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് തൃശ്ശൂർ നമുക്ക് 14 ദിവസത്തെ ഓണം സമ്മാനിക്കുന്ന സൗഹൃദ കൂട്ടായ്മയാണ് നമ്മുടെ തൃശ്ശൂരിന്റെ സൗഹൃദ കൂട്ടായ്മ. ഉഷാറാവട്ടെ, വീണ്ടും കണ്ടുമുട്ടാം. അടിപൊളി ഓണം, 4 ഓണത്തിന് പുലിക്കളി, അത് ഗംഗേമാകും. പിന്നെന്താ. അപ്പോ സൗഹൃദ കൂട്ടായ്മയുടെ പൂക്കളം കഴിഞ്ഞു. നമ്മളിനി ഒരുപാട് ആളുകളുടെ അടുത്തേക്കൊക്കെ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ എന്താ പേര്? എന്റെ പേര് ആനന്ദപ്രസാദ്. ഓണം എങ്ങനെയാ തൃശ്ശൂരിന്റെ? ഓണം ഗംഭീരല്ലേ ഇത്തവണ. 1500 കിലോ പൂക്കളാണ് കളത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും സൗഹൃദ കൂട്ടായ്മയാണ്.
അതിൽ 10-40 പേര് സ്ഥിരമായിട്ട് സംഘാടകരുണ്ട്. 19ാമത്തെ വർഷമാണ്. ഇത്തവണ കുമ്മാട്ടിയുണ്ട്, പുലിക്കളിയുണ്ട്, മേളക്കാരുണ്ട്. വളരെ കേമാണ്. അതെ. നാലൊരു പാട്ട് കേൾക്കാം. പറ നിറയെ പൊന്നടക്കും പൗർണമി രാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, ദുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്, പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ. എന്റെ പേര് സുന്ദരരാജ്. എവിടെ സ്ഥലം? പൂങ്ങുന്നം. അപ്പോ സുന്ദര സാറിന് നമ്മളൊരു സമ്മാനം കൂടെ കൊടുക്കുവാണ്. ഓണ സമ്മാനം. ഒരു സമ്മാനം അല്ല, നമ്മുടെ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് പള്ളിക്കുളം റോഡ് നൽകുന്ന ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുക്കാൻ പോവാ. സന്തോഷായോ? ഒന്ന് കൈയടിച്ചോളൂ. ആയി സന്തോഷാവട്ടെ. ഈ പ്രാവശ്യം അനുഗ്രഹം ആവട്ടെ കേട്ടോ. അപ്പൊ മനിക ഗോൾഡ് ആണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇത് എങ്ങനെ ഒരു സമ്മാനം നോം വന്ന് തരുമെന്ന് പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചു. കള്ളം പറയരുത്. മാവേലിയോട് കള്ളം പറയരുത്. സത്യമേ പറയാവൂ. അല്ലേ സാറേ? അനുഗ്രഹം, വടക്കുന്നാഥന്റെ അനുഗ്രഹം. അത് തന്നെ, വടക്കുന്നാഥന്റെ അനുഗ്രഹമാണ് അല്ലേ? അപ്പൊ സമ്മാനം കിട്ടിയപ്പോ നോം ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ഇനി ഇവിടെ അടിച്ച് തകർക്കുക കേട്ടോ. ഒന്നും നോക്കണ്ട. വിളിച്ചോളൂ. അറപ്പോ അറപ്പോ അപ്പൊ അങ്ങോട്ട് ഉഷാറാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആവണം കേട്ടോ. അപ്പൊ അങ്ങനെ ഹൈ ധാരത് സ്ഥിരം കാണുന്ന ഒരു മുഖം ഇവിടെ നിൽക്കണ്ടല്ലോ. പതിവ് തെറ്റിക്കാണ്ട് വന്നിരിക്കുന്നു. ചുള്ളം മാവേലിയാണല്ലോ. നമ്മളിങ്ങനെ പ്രായമാവുന്നില്ല. കാരണം അങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നിൽക്കാണ്. ഒരു പ്രായമാവാതെ സുന്ദരത്വം, യുവത്വം, ന്യൂജൻ മാവേലിയാണ്. ഈ ആളെങ്ങനെ ഇങ്ങനെ തന്നെയല്ലയോ? തൃശ്ശൂർക്കാരോട് ചോദിക്കട്ടെ, നമ്മുടെ സുനിലേട്ടനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ചുള്ളനായിട്ട് തന്നെയല്ലേ? അല്ലയോ? ഉറക്കെ പറഞ്ഞോളൂ. കണ്ടോ? അതേ പറഞ്ഞ കേട്ടോ ആൾക്കാര്. എന്നാണ്ട് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ എവിടെ വരെയായി? വിശേഷല്ലേ? ഓണം ഇന്ന് അത്തത്തോടു കൂടി നമ്മുടെ പരിപാടി ആരംഭിക്കില്ലേ? നമ്മളിപ്പോൾ ഈ പുലിക്കളി കുമ്മാട്ടിക്ക് പുറമെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയൊരു പരിപാടിയായിട്ട് നമ്മുടെ ഈ പൂക്കളം കൂടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 18 കൊല്ലമായില്ലേ? അത് 12 കൊല്ലമായി. 12 കൊല്ലം. ഇനി ഇത് 18 കൊല്ലം എന്നുള്ളത് 100 കൊല്ലമാവും. 100 കടന്നു പോകും. അപ്പോൾ ഇത് ഇനി ഓരോ കൊല്ലം ചെല്ലുന്നോറും ഇതിൻ്റെ വിപുലപ്പെട്ട് ലോകം മുഴുവനും ഇങ്ങോട്ട് വരും. എനിക്ക് തോന്നുന്നു ഇത് അന്ന് തൃശ്ശൂരുകാർ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ ലൈറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലേ? രാത്രിയാകുമ്പോൾ ഗംഭീരാവും. രാത്രിയാകുമ്പോൾ ഈ വടക്കുന്നാഥൻ്റെ ഈ തെക്കേ നടക്കിൽ ഈ ഇറക്കം ഇതിന് വേണ്ടി ഉണ്ടാക്കിയ പോലെയാണ്. കാരണം വെച്ചാൽ എവിടെ നിന്ന് കാണാവുന്ന രീതിയിൽ സ്ലോപ്പാണ്, ഹൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത് ഗംഭീരമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വിഷ്വൽ എഫക്റ്റ് ഓണത്തിന് കിട്ടുന്നൊരു സ്ഥലം വേറെ എവിടെയുണ്ട്? എങ്ങുമില്ല. പിന്നെ നമ്മുടെ അല്ലെ അത്തച്ചമയുണ്ട്, തൃപ്പൂണിത്തുറ. അത് ഇത്തിരി ഗംഭീരാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഇവിടെ 4ാം ഓണത്തിന് വേറെ എവിടെയുണ്ട് പുലിക്കളി അല്ലേ? നമ്മുടെ തൃശ്ശൂര്. അതെ, തൃശ്ശൂർ മാത്രമേ പുലിക്കളി ഉള്ളൂ. കുമ്മാട്ടിയും. അതെ. അപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടി? ഓണത്തിന് ഒരുപാട് പരിപാടി ഉണ്ട്. എല്ലാ കൊല്ലത്തെ പോലെ ഓണത്തിന് തിരുവോണത്തിനൊന്നും വേറെ സദ്യ വീട്ടിൽ നിന്ന് ഒരുമിച്ച് കഴിക്കാൻ പറ്റാറുണ്ടോ? തിരുവോണത്തിനൊന്ന് എന്ത് വന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും തിരുവോണം വീട്ടിലെ കളിയില്ല. അപ്പൊ തിരുവോണം വീട്ടിലുണ്ടാവും. അപ്പോ നമ്മുടെ പ്രേക്ഷകർക്കൊരു ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസ കൊടുക്കും. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, അഭിവാദ്യങ്ങൾ. അപ്പോ വെറുതെ അങ്ങോട്ട് വിടുന്നില്ല. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ആ ഒരു ഓണ സമ്മാനം, ഒരു ഓണപ്പുടവ അങ്ങോട്ട് കൊടുക്കാൻ പോവാ. നോം അങ്ങനെ വെറുതെ വന്നിട്ടില്ല പാതാളത്തിന്ന്. കൈ നിറയെ സമ്മാനമായിട്ടാ വന്നേക്കണം. അപ്പൊ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണ സമ്മാനം പ്രതീക്ഷിച്ചിരുന്നോ? ഇത്തവണ ഓണത്തിന് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണ്. അപ്പൊ നിറയെ സമ്മാനം കിട്ടും. സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. തിരിച്ചങ്ങോട്ട് കയറിയപ്പോ എന്റെ ഒന്നുമില്ല, മാത്രം മതി. വടക്കുന്നാഥന്റെ മുൻപിൽ എങ്ങനെ നിക്കുമ്പോ നോമിനേക്കാൾ ഒരു ചുള്ളനെ നിക്കണ്ടല്ലോ അവിടെ. അതാരത്? എവിടെ കണ്ടുപരിചയുണ്ടല്ലോ? കണ്ടുപരിചയില്ല. നമ്മുടെ പാതാളത്തിലൊന്നും അങ്ങനെ ചാനലൊന്നും കിട്ടണില്ല. എന്നാലും എവിടെയോ ജയൻ. അയ്യോ
അതെ, ആ പഴയ സിനിമാ നടൻ. എങ്ങനെയുണ്ട്? എല്ലാ കൊല്ലവും അത്തത്തിന് ഞാൻ ഉണ്ടാവും ഇവിടെ. അപ്പോൾ മാവേലിനെ കാണാൻ കഴിഞ്ഞതിലും സന്തോഷം. നമ്മൾ രണ്ടുപേരും സ്വർഗത്തിൽ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും സ്വർഗത്തിലാണ്. നോമനാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊന്നും വരാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ട എങ്ങനെയുണ്ട്? തൃശ്ശൂര് പുലികളിയൊക്കെ എങ്ങനെയുണ്ട്? പുലിക്കളി അടിപൊളിയാവും എന്നുള്ളതാണ്. പുലി വരുമ്പോൾ സിംഹം വരണ്ടേ? വരണം, സിംഹങ്ങളാണല്ലോ വന്നിരിക്കണത്. അപ്പോൾ ഈ പ്രാവശ്യം സിംഹം മാത്രമല്ല, നമ്മുടെ ജയഭാരതി ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് കളിക്കാമോ? ആ ഒന്ന് കളിക്കാം. അവരുടെ ഡാൻസ് ഒന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. ആ കളിച്ചോളാ, നോക്കട്ടെ. ആ പാട്ടില്ലയോ? ആ തമ്മിൽ തമ്മിൽ അപ്പോ സന്തോഷമുണ്ടാ? ജയഭാരതിയുടെ ഒരു വാക്ക് എങ്ങനെയുണ്ട്? ജയന്റെ കൂടെയുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, അങ്ങനെ പോണു. ഉഷാറല്ലേ ഓണം? ഓണം ഉഷാറാണ്. അപ്പോ ഒരു രണ്ടുപേര് പാട്ട് രണ്ടുപേരും കൂടെ പാടി കഴിഞ്ഞാൽ ഓണ സമ്മാനം കൂടെ തരായിരുന്നു. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അങ്ങനെ മനുഷ്യരെല്ലാവരും ഒന്നാവുക. ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടറിഞ്ഞ് ഒന്നാവുക. അപ്പോൾ ഒന്നാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിതാ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട ഓണപ്പുടവ രണ്ട് പേർക്കൂടെ അങ്ങോട്ട് തരികയാണ്. അവിടെ സന്തോഷമായോ? മാവേലി തമ്പുരാൻ അവിടെ നിന്ന് വന്ന് സമ്മാനം കിട്ടി, ജയഭാരതിക്കും കിട്ടി, എല്ലാം ഹാപ്പി ആവട്ടെ. കിട്ടിയില്ല. താങ്ക് യു. അപ്പോൾ സന്തോഷം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ അത്തത്തിന്റെ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു, ചെറിയ മഴ. ഇന്ന് നല്ല ചൂടാ കണ്ടില്ലേ? ഓമാകെ അങ്ങോട്ട് സ്ഥലത്ത് അങ്ങോട്ട് കുളിച്ചോണ്ടിരിക്കുക. എന്നാലും സാരിയില്ല, ധാരാളം പ്രജകളൊക്കെ കാത്തു നിൽക്കുകയാണ്. കണ്ടോ, അവരൊക്കെ അവരുടെ അടുത്തേക്ക് നോമൊന്ന് കടന്നു പോട്ടെ. എന്താണ് വിശേഷം? ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. പൂക്കളം കാണാൻ വന്നാണോ? അതെ, പൂക്കളം കാണാൻ വന്നതാണ്. ഇനിയുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഭീമ പൂക്കളം. അടിപൊളി. ഒന്ന് പരിചയപ്പെടാം. പേരെന്താണാവോ? ധനൂപ. എവിടെന്ന് പറഞ്ഞേ? ചെറുകുന്ന്. മഞ്ജു, വെട്ടുകാട്. നമ്മുടെ പാതാളത്തിലെ ടിവിയിലൊക്കെ നിങ്ങളുടെ പരിപാടിയൊക്കെ കാണാറുണ്ടല്ലോ. ചെറിയൊരു സെലിബ്രിറ്റി ഒക്കെ ആണല്ലോ. പരിപാടികള് റീൽ എടുക്കാറുണ്ട്, വീഡിയോ ചെയ്യും, അത്ര. റീൽ എടുക്കാറുണ്ട്. ഇപ്പൊ മൊത്തം റീലുമായി ആണല്ലോ. എന്താണ് പേര്? നളിനി. തൃശ്ശൂർ. സിന്ധു, മൂർക്കനിക്കര. ഷാന, മൂർക്കനിക്കര. അപ്പൊ എല്ലാരും എന്താ ചെയ്യണേ? വല്ല ജോലിയുണ്ടോ? ജോലി ഇല്ല, ഇപ്പൊ വീട്ടിലാണ്. അപ്പൊ ഓണത്തിന് നോമ്പ് വരുമ്പോ നോമിന് എന്ത് സമ്മാനാണ് തരാൻ പോണത്? ഞങ്ങളൊരു പാട്ട് പാടിയാ മതിയോ? നമുക്കെല്ലാരും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം നിന്നിൽ മുത്തായി മാറും പൂവിളിയിൽ, പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പോ പൂവിളി പൊന്നോണായി എന്നാ പറഞ്ഞിരിക്കണത്. അപ്പൊ പൊന്നോണം ആവുമ്പോ നമ്മൾ എന്ത് വരണം? പൊന്നോണത്തിനാണ് നമ്മള് സമ്മാനങ്ങളൊക്കെ ധാരാളമായിട്ട് കൊടുക്കുക. അപ്പൊ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് പള്ളിക്കുളം റോഡിലുള്ള മനികയാണ് ഫൺ വിത്ത് മാവേലിയുടെ പ്രായോജകര്. അവര് ഈ പ്രാവശ്യം ഓണപ്പുടവയാണ് അങ്ങനെ കൊടുക്കണത്. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കണില്ല അത്രേ നമ്മുടെ പ്രജകളെ. പാതാളത്തിൽ നിന്ന് തന്നെ വിളിച്ചവര് പറഞ്ഞു മനിക നമ്മുടെ പള്ളിക്കുളം റോഡ് അവര് നല്ലൊരു സമ്മാനം അങ്ങോട്ട് കൊടുക്കാൻ പോണ. ആര്? മഞ്ജുവിനാണ് കൊടുക്കുന്നത്. മഞ്ജുവിനെ മറ്റേ പാട്ടൊക്കെ പാടി എല്ലാവർക്കും കൂടെ കൂടിയിട്ട് മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട സമ്മാനം. സന്തോഷമായോ? ഭയങ്കര സന്തോഷായി. അപ്പൊ ഓണത്തിന് എന്താ പരിപാടി? അടിച്ചു പൊളിക്കുക. ഓണത്തിന്റെ അന്ന് എന്താ പരിപാടി? അടിച്ചു പൊളിക്കുക, വീട്ടിൽ പോണം, വീട്ടുകാരെയൊക്കെ കാണാൻ, അച്ഛനമ്മേനും കാണാൻ. ഏതാ ഇഷ്ടം? അടപ്രഥമൻ. അടപ്രഥമൻ. എനിക്ക് പാലട ഇഷ്ടം. പാലട ഒരാൾക്കുണ്ടല്ലോ പാലട. അപ്പൊ കുഴപ്പമില്ല, മൊത്തം എല്ലാവർക്കും പാലട അടപ്രഥമനൊക്കെയാണ്. എന്തായാലും സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം കൊടുക്കുമല്ലേ? അപ്പൊ കൊടുത്തോളാം. ഹാപ്പി അപ്പൊ ഫൺ വിത്ത് മാവേലി ഇതാ നമ്മുടെ തൃശ്ശൂര് വന്നപ്പോ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂരിന്റെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പടങ്ങളൊക്കെ ഭംഗിയായിട്ട് പകർത്തുന്ന
കുറച്ച് മാധ്യമ പ്രവർത്തകരാണ്, മുഖ്യധാര മാധ്യമ പ്രവർത്തകരെ. ഇവരാണ് ആ നോമ്പ് വരുന്ന ഫോട്ടോയൊക്കെ ഭംഗിയായിട്ട് എടുത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് അവർ വന്നേക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറഞ്ഞോളാ. നജീബ്. ഏത് പത്രമാണാവോ? ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്നു. ഇന്ത്യയിൽ വർക്ക് ചെയ്യണു. എങ്ങനെയുണ്ട്, പടക്കം കിട്ടിയോ? അടിപൊളി. ഇപ്രാവശ്യം ഗംഭീരാണോ? ഗംഭീരാണ് ഇപ്രാവശ്യം. കളർഫുള്ളാണ്. ആണ്, തീർച്ചയായിട്ടും. അപ്പൊ ചോദിക്കട്ടെ, എന്താ പേര്? ശിവപ്രസാദ്, ദേശാഭിമാനിയിലാണ്. ദേശാഭിമാനിയില് എങ്ങനെയുണ്ട് പടങ്ങളൊക്കെ? നല്ല കടക്കം പടങ്ങളൊക്കെ കിട്ടിയോ? കിട്ടി. അപ്പൊ വരാട്ടോ. ഏതാണാവോ പത്രം? എൻ്റെ പേര് മനീഷ മഞ്ചേരി, മാതൃഭൂമിയാണ്. മാതൃഭൂമി പത്രാണ്. ജദീർ, മാധ്യമത്തിന്. മാധ്യമത്തിന്ന്. ജീമോ ജന്മഭൂമിന്ന്. ജന്മഭൂമിന്ന്. അപ്പൊ കണ്ടോ, വലിയ ആൾക്കാരാണ്, ചെറിയ ആൾക്കാരല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ തൃശ്ശൂരത്തെ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയ തിരക്കുള്ള ആൾക്കാരാണ്, ഓണക്കാരെന്ന് തുടങ്ങി ഇന്ന് മുതൽ ഏറ്റവും നല്ല ഫോട്ടോകൾ ഇങ്ങനെ പത്രത്തിൽ വരാൻ വേണ്ടിയുള്ള ഓട്ടാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഓണക്കാലത്തെ ഓർമ്മ എങ്ങനെയാ? ഓണക്കാലത്തെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളേറെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ പുതിയ മറ്റേ ഇതുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇപ്രാവശ്യം കണ്ടില്ലേ, മറ്റേ എന്താ പറയുക, മറ്റേ കുമ്മാട്ടി, പിന്നെ അത്ത, ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ വരെ പുതിയ ഇതുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാഴ്ചകൾ, പുതിയ ആൾക്കാർ, പുതിയ സംരംഭങ്ങൾ എല്ലാം ഉഷാറാണ്. ഒന്നിനും ഒരു കുറവില്ല. തൃശ്ശൂർ ആഘോഷത്തിൻ്റെ ഒരു സ്ഥലമാണ്. അതാണ്. അപ്പൊ നാലോണ വരുന്ന കഴിഞ്ഞാൽ പിന്നെ കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ സമയമില്ല അല്ലേ? ഞാനിങ്ങോട്ട് വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. ഓണത്തെ കുറിച്ച് പറയാൻ എവിടെ മുമ്പ് എവിടെയായിരുന്നു? ഞാൻ വയനാട്, ആലപ്പുഴ, എറണാകുളത്ത്. വയനാട് കഴിഞ്ഞ പ്രാവശ്യം വയനാട് അങ്ങോട്ട് വിഷമത്തിലാക്കി. പക്ഷെ തൃശ്ശൂർക്കാരൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് നിന്നു. ഞങ്ങൾ ഈ പൂക്കളം വരെ അങ്ങോട്ട് ചെറുതാക്കി ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് നിന്നിട്ടുള്ളത്. മനീഷൊക്കെയാണ്. ഇവരോടാണ് ഇവിടുത്തെ ഓണത്തെ കുറിച്ച് ചോദിച്ചത്. അപ്പോ മനീഷിയോട് തന്നെ ചോദിക്കാം, ഓണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ സമയം കിട്ടാറുണ്ടോ? ഒന്നിനും സമയം കിട്ടാറില്ല. ഓണം നല്ല തിരക്കുള്ളതാണ്. പിന്നെ ഓരോ ദിവസം കൂടുന്നതിന്, ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് തിരക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആഘോഷങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കളർഫുള്ളാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം നല്ല കളർഫുള്ളാണ്. എവിടെ നോക്കിയാലും ക്യാമറ കണ്ണു വെച്ച് കഴിഞ്ഞാൽ പടം. അതെ. പടത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. ഇഷ്ടംപോലെ പടങ്ങൾ, എല്ലാം കളർഫുള്ള്. നല്ല ഓണം. തൃശ്ശൂർക്കാർ തന്നെയാണോ? അതെ. അങ്ങനെയുണ്ട്. ഇവിടെയുള്ള ഈ പുറമേ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ കൗതുകമാണ് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മുതൽ പുതിയ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നാലോണത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ്? ഞാനും പുതിയൊരാളാണ്. സീനിയേഴ്സിനോട് ചോദിക്കായിരിക്കും ബെറ്റർ. ചോദിക്കേണ്ട കാര്യമില്ല, തൃശ്ശൂർ തന്നെയുള്ള ആള്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരം, പൂക്കളം, പുലിക്കളി, ഇത് മൂന്നുമാണ് തൃശ്ശൂരിൻ്റെ മെയിൻ സംഭവങ്ങൾ. അതിൽ നമ്മുടെയും സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അതനുസരിച്ചുള്ള ഫോട്ടോസ് എടുക്കലും കൊടുക്കലും എല്ലാം നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യം ആഘോഷിക്കണം. അങ്ങോട്ട് ഉഷാറാവട്ടെ. അപ്പോൾ ഒരു ഓണത്തിന് ഒരു മൂടാവട്ടെ, മൊത്തം കളർഫുൾ മൂടാണ്. ഒരു പാട്ടങ്ങോട്ടൊക്കെ അങ്ങോട്ട് ആസ്വദിക്കാലോ അല്ലേ? തെയ്യാരോ തെയ്യതീനം താരോ തെയ്താരോ തെയ്യം താരാ തെയ്യാരോ തെയ്യതീനം താരോ തെയ്താരോ തെയ്യം താരാ. ഒരാണ്ടി ഒരിക്കലാണ് മാവേലിയുടെ എഴുന്നള്ളത്ത്. തെയ്യാരോ തെയ്യതീനം താരോ തെയ്താരോ തെയ്യം താരാ. ചോന്ന നല്ലോരു പട്ടുടുത്തും കൊണ്ട് വരണതുണ്ടേ മാവേലിയാ. തെയ്യാരോ തെയ്യതീനം താരോ തെയ്താരോ തെയ്യം താരാ. 1000 കാതം വടവടക്കൂന്ന് വരണതുണ്ടേ മാവേലിയാ. മാവേലിയാ വരണ വഴിയിലേ എന്തെല്ലാം ലക്ഷണങ്ങൾ. ഫൺ വിത്ത് മാവേലി അങ്ങനെ ഫണ്ണായിക്കൊണ്ടിരിക്കുക. രസകരമായ പാട്ടുകൾ, രസകരമായ വിശേഷങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂർ നഗരത്തിലൂടെ നമ്മളുണ്ട്. ഇനി 10 നാള്. അപ്പോൾ മനോഹരമായ ഒരു പാട്ട് പാടിയ പേര് പറഞ്ഞു.
ആ ശിവം കുട്ടമ്പത്തേരി അങ്ങനെ അവിടെ. അപ്പോ നല്ലൊരു പേരല്ലേ, മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ആ ഒരു ഓണപ്പുടവ ഈ പാട്ടുകാരനെ അങ്ങോട്ട് കൊടുത്താലോ? കൊടുക്കട്ടെ? അപ്പോ സന്തോഷായോ? സന്തോഷമായി. ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഇല്ല നോം വരുന്നു പ്രതീക്ഷിച്ചില്ല. വയനാട്ടിൽ നിന്ന് വന്നവരെ തൃശ്ശൂർക്കാരെ വെറുതെ വിടാറുണ്ടോ? ഇല്ല നമ്മള് ഉഷാറാക്കിട്ടേ വിട്ടുള്ളൂ. അപ്പൊ ഒരു ഹാപ്പി ഓണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവരും കൂടെ പറഞ്ഞേ. ഹാപ്പി ഓണം. ഒയ്യോ വയ്യ അല്ലാത്ത ക്ഷീണായി. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ആ ഫൺ വിത്ത് മാവേലിയില് ഒരു ബ്രേക്ക് അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ കൈനോട്ടക്കാരൻ ചേട്ടൻ ഇവിടെ ഇരിക്കണോ? അപ്പൊ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുമ്പോ ഞാനൊന്ന് കൈ നോക്കാം. അപ്പൊ ഒരു ചെറിയൊരു ബ്രേക്കും കൂടെ ആയിക്കോട്ടെ. എന്നാണ് കൈ നോക്കിക്കോ. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു അടിപൊളി ഫൺ വിത്ത് മാവേലി സമ്മാനമാണ് ഈ തവണ TCB പ്രേക്ഷകർക്ക് ഞങ്ങൾ ഒരുക്കുന്നത്. ഫൺ വിത്ത് മാവേലി മനിക ഗോൾഡാണ് ഈ കുറേ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കണത്. അവിടെ കുറേ ചുള്ളന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. നോമനേക്കാളും വലിയ ചുള്ളന്മാരോ. എന്താണ് പേര്? എൻ്റെ പേര് അനീഷ്. എവിടെ സ്ഥലം? എൻ്റെ പേര് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രമാണ്. തൃശ്ശൂർ എന്താ പരിപാടി? തൃശ്ശൂർ ഇവിടെ ഡ്യൂട്ടി ആയിട്ട് വന്നതാ. ഡ്യൂട്ടി ആയിട്ട് വന്നതാണ്. എവിടെയാണ്? പോലീസിലാണോ? അതെ, പോലീസ്. NDRF-ലാണ്. ചെറിയ ആൾക്കാരല്ലോട്ടോ. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ് എന്നാണ്. കോഴിക്കോടാണ് സ്വദേശം. കോഴിക്കോടാണ്. കോഴിക്കോടൊക്കെ നമ്മൾ വരണുണ്ട്. പക്ഷെ അവിടെ ഓണത്തിന് കോഴിക്കാലാണ് കടിച്ചു പറിക്കണേന്ന് കേട്ടോ. കോഴിക്കോട് നമ്മൾ ഓണത്തിന്റെ ആകുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ കോഴിക്കാലൊക്കെ കടിച്ചു പറിക്കുന്നു കേട്ടു. ഇല്ല, ഓണത്തിന്റെ സമയത്ത് നമ്മൾ എന്തായാലും നമ്മൾ സദ്യ തന്നെയായിരുന്നു. പേരെന്താണാവോ? സൈദലവി. സ്ഥലം എവിടെയാ? പാലക്കാട്. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. എൻ്റെ പേര് അരുൺ, ആലപ്പുഴയാണ് സ്വദേശം. എൻ്റെ പേര് ജിനേഷ്, പാലക്കാട്, ഷൊർണൂർ. അഖിൽ, കോഴിക്കോട്. അപ്പൊ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ ഒരുക്കങ്ങളും ഓണത്തിന്റെ ആ ഒരു കളർഫുള്ളായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഓണം പരിപാടി നമ്മുടെ സത്യം പറഞ്ഞ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ ഐക്യത്തിന്റെയും പങ്കിടലിന്റെയും ഒക്കെ ഒരു മഹോത്സവമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഓണവും നമ്മൾ ഗംഭീരമാക്കുക, നല്ലൊരു മനോഹരമായിട്ടുള്ള ഓർമ്മയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തെ നമ്മുടെ ഓണം തൃശ്ശൂരാണ് ഈ വർഷം. അപ്പോൾ അത് അടിച്ചു പൊളിക്കുക 10 ദിവസം എന്നുള്ള. തൃശ്ശൂർ ഓണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കണ്ടില്ലേ, ഭീമം പൂക്കളത്തിൽ നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് 4ാം ഓണത്തിലെ പുലികൾ വരെ വരണ ഓണ. പുലിക്കളി, കുമ്മാട്ടിക്കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്രാവശ്യം കണ്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും തീരുമാനം. ആരാ നന്നായി പാട്ട് പാടാൻ അറിയുന്ന ആള്? അപ്പൊ നന്നായി വേണ്ട, ചെറുതായി മതി. അതെ, ആഹാ, കൊള്ളാലോ. ആയിക്കോട്ടെ. അതാ നോമിന് മിമിക്രി ഭയങ്കര ഇഷ്ടാ. ഇന്ദ്രജിത്ത്, ഒന്ന് കേക്കട്ടെ. 10-25 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലിരിക്കാൻ തുടങ്ങിയിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഇങ്ങോട്ട് മാറുന്നില്ലടാ. എന്താ നിന്റെ പേര്? വട്ടപ്പേര് പറയടാ. മീശ മതമല്ലേ? കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പം നാളെ നമ്മൾ കാണുമ്പം ആ മീശ എവിടെ കാണരുത്, വടിച്ചിട്ട് വരണം. ക്ലീൻ ഷേവ്. കേട്ടോടാ മീശ മാധവ. നമ്പൂരിശൻ സ്റ്റേഷനിലോട്ട് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഒരുപാടങ്ങ് ഒസ്തല്ലേ? പഠിക്കണ സമയത്ത് ആള് വില്ലനായിരുന്നു അല്ലയോ? നല്ലൊരു കലാകാരൻ, നല്ലൊരു കൈയ്യടെ കൊടുക്കാം. ഇപ്പോൾ നല്ല ഒരു പാട്ട് അങ്ങോട്ട് പാടിയാലോ? എല്ലാവരോടും ഒരുമിച്ച് അങ്ങോട്ട് പാടാം അല്ലേ? അടുത്തേക്ക് അങ്ങോട്ട് വാ. ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്, പരിചയപ്പെട്ടില്ല. പേരെന്താണോ? സനൽകുമാർ. എവിടെ സ്ഥലം? തൃശ്ശൂർ. തൃശ്ശൂരാണ്. ഞാൻ പറയുന്നത് ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നപ്പോലെ സന്തോഷല്ലേ? സന്തോഷം, അടിപൊളി. അപ്പോ മിമിക്രി മാത്രല്ല, കാരണം എന്നറിയോ, അവര് പാട്ടുകാരുമാണ്. അപ്പോ ഇവർക്ക് അങ്ങനെ വിടാൻ പാടുണ്ടോ? ഒരു പാട്ടങ്ങോട്ട് കേട്ടാലോ? അങ്ങോട്ട് തുടങ്ങിക്കോ. ഓക്കെ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവി ഒരു തിരി വയ്ക്കൂ നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ,
മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവി ഒരു തിരി വയ്ക്കൂ നീ. അപ്പോ സൂപ്പർ ആയിരിക്കണോ, ഗംഭീരായിരിക്കണോ? അറപ്പോ ഇറോ ഇറോ അറപ്പോ ഇറോ ഇറോ. അപ്പൊ ഓണം കളർഫുൾ ആവണം. അപ്പൊ വെറുതെ ആവണില്ല, വെറുതെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കണില്ല, അവിടെ നിക്ക. അല്ല ഇങ്ങോട്ട് ഓടുന്നത് മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണ സമ്മാനം അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൺ വിത്ത് മാവേലി ഈ പ്രാവശ്യം പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്നത് മനിക ഗോൾഡാണ്. അപ്പം മനിക ഗോൾഡിന്റെ ഒരു ഇടിവെട്ട് സമ്മാനം ദാ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കണം. എല്ലാവർക്കും കൂടെ വാങ്ങിക്കോളൂ, എല്ലാവരും വാങ്ങിക്കോളൂ. ആ സന്തോഷായോ? സന്തോഷായി. എങ്ങനെ പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലൈഫിൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ നോമ്പ് പാതാളത്തിൽ നിന്ന് വന്ന ദിവസം തന്നെ. അതെ, നിങ്ങൾ പാതാളത്തിൽ നിന്ന് വന്നു ഞങ്ങളെ കാണാൻ വേണ്ടി. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് തന്നെയാണ് സമ്മാനം തന്നു. അതുകൊണ്ട് മാവേലിക്ക് എല്ലാവർക്കും ധന്യമായി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ അത് എങ്ങോട്ടാ തന്നെ നോമനെ കാണുമ്പോൾ ഓടുന്നത്? അവിടെ നിൽക്ക. ഇത് എങ്ങോട്ടാ ഓടണ? എങ്ങോട്ടാ അത്? ആ ഓട്ടക്കാരൻ ഇങ്ങോട്ട് വന്നേ. ആദ്യം അവനോട് തന്നെ ചോദിക്കാം. അല്ല ഇങ്ങോട്ട് വാടാ ഓട്ടക്കാരാ, നിന്നിട്ട് ചോദിക്കട്ടെ എന്താ നിന്റെ പേര്? അഭിഷേക്. ഓട്ടക്കാരനാണോ? നമ്മുടെ വടങ്ങാണ്ട് നിന്നോളണം. പാതാളത്തിൽ നിന്ന് നോമ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വന്ന് വെയിലും കൊണ്ട് കൊടയും ചൂടി നടക്കുമ്പോഴത്തേക്ക് അവൻ എന്നെ കാണുമ്പോ ഓടണേ. ആകെ വർഷത്തിൽ 10 ദിവസമേ പറഞ്ഞോളൂ നോം. ആ നോമനെ കാണാൻ, നോമ നിങ്ങളെ കാണാൻ വരണ ആഗ്രഹം കൊണ്ട് വരണാണ്. അപ്പൊ നിങ്ങള് നോമനെ കാണുമ്പോ ഓടുവേ. എന്താ ചക്കം കാണിക്കണേ? ഷർട്ട് തേക്കാൻ പോയതോ? ആ റെഡിയാക്കാൻ എങ്ങനെ സഹിക്കണവനെ? അങ്ങനെയൊക്കെ പോണു. എന്താ നിങ്ങൾ എങ്ങനെ പഠിക്കണോ? എവിടെയാണ്? മോനെ ചക്കര എന്താണോ പേര്? അഭിഷേക്. അഭിഷേക് ചുള്ളനാട്ടോ. എന്താ പേര്? ആൽഫ്രഡ്. ആൽഫ്രഡ്. എവിടെ വീട്? തിരൂര്. തിരൂര്. രാശിയാണോ? പേര് രാഹുൽ. എടാ നിന്നെ എവിടെ കണ്ടുപരിച്ചുണ്ടല്ലോടാ. നീ പാട്ട് പാടണല്ലോടാ. നീ പാട്ട് പാടണ രാഹുലല്ലേടാ? ആദിത്യൻ. പാട്ട് പാടണവൻ ഞാൻ ആദിത്യൻ. രണ്ട് ആദിത്യന്മാരോ? അപ്പൊ ഈ ആദിത്യൻ എന്താ ഇനിഷ്യൽ എന്താ? PS. അപ്പൊ ഇവര് വിളിക്കുമ്പോ എങ്ങനെയാ വിളിക്കണത് നിങ്ങള്? ചെറുത് വലുത്? ആരുടെ ഇതില് ചെറുത്? രണ്ടും ഒരേപോലെയാണല്ലോ. ഇതെല്ലാം ആവട്ടെ. പേര്? സഞ്ജന. സഞ്ജന എവിടെന്ന് പറഞ്ഞേ? പാലക്കാട്. പാലക്കാട്. പാലക്കാട് ഇവിടെ എത്തി? തൃശ്ശൂർ എങ്ങനെ എത്തി? ബസ്സിൽ വന്നു. ബസ്സിലല്ല, തൃശ്ശൂർ എങ്ങനെ വന്ന് വിട്ടു? എങ്ങനെയൊക്കെ വന്നു വിട്ടു. അപ്പൊ പോട്ടെ, നിങ്ങളുടെ കോളേജിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാടാ മോനെ? തുടങ്ങിയിട്ടുള്ളൂ. പൂക്കള മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 12 മണി വരെ ഉണ്ട്. ഒരു 15 ടീം ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് അടിക്കുന്ന ഒരു പ്രൈസ് ഒക്കെ ഉണ്ട്. പൂവൊക്കെ ഇട്ടിട്ടാണോ വന്നേക്കണേ? പൂട്ടിട്ടാണോ വന്നേക്കണേ? പിന്നെന്താ, ഇതിനേക്കാളും വലിയ പൂക്കളാണോ? ഇതിന്റെ 2 ക്ലാസ്സിലല്ലേ പൂക്കൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് അതിലൊക്കെ പാടാൻ പറ്റുന്ന ആരുള്ളേ? ഒരുമിച്ച് വന്നേ, ഒരു പാട്ടൊക്കെ പാടി ഉഷാറാക്കിക്കേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് അടുത്ത് വാ, അടുത്ത് വാ. അനന്തും ഇനന്തും ഒക്കെ നീര് കന്നടാ. അടുത്തേക്ക് അനന്തു. അനന്തു ആ തുടങ്ങല്ലേ? അനന്തുല്ല. അപ്പുറത്തേക്ക്. അപ്പൊ തുടങ്ങല്ലേ? റെഡി, തുടങ്ങിക്കോ. ആഹാ, ഏത് പാട്ടെന്ന് മാവേലിടോ? നിങ്ങൾ ഉഷാറ് പാട്. നിങ്ങൾ അറിയണ പാട്ട് പാടിക്കും. അറിയണ മതി. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണി ചാടി പറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കാനും, അന്തി വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. പന്ത് കളിക്കണ്ടേ. പന്ത് കളി മാത്രല്ല, ഊഞ്ഞാല ആടണം, വടം വലിക്കണം അല്ലേ? അങ്ങനെ എന്തെല്ലാം കളികളുണ്ടായിരുന്നു. ഇപ്പൊ കളികളൊക്കെ പോയി. ഇപ്പൊ ഒന്നുമില്ല ഇല്ലേ? കുറഞ്ഞു തുടങ്ങി. എന്തായാലും കുഴപ്പമില്ല, ഉഷാറാവട്ടെ. ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ. ഹാപ്പി പോരാ, ഒന്നോടെ കൊടുത്തോ. ഹാപ്പി ഓണം. അപ്പൊ വെറുതെ അങ്ങോട്ട് വിടണില്ല. ഓണം വന്നല്ലോ പുണ്ണാണ്ടാ. എന്താണ് പുടവ തന്നിട്ടാ ഞാൻ നോമ്പ് പറ്റുന്നത്. എല്ലാവർക്കും കൂടി മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം. TCBയുടെ ഫൺ വിത്ത് മാവേലിയുടെ പരിപാടിയിലാണ് നിങ്ങൾ പങ്കെടുത്തത്. തൃശ്ശൂരുള്ളവർക്കൊക്കെ ഈ പ്രോഗ്രാമൊക്കെ കാണാം. എല്ലാ ദിവസവും രാത്രി ഉണ്ട് ഈ പ്രോഗ്രാം TCBയിൽ.
അപ്പോൾ നോമൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത്തം മുതൽ 10 നാൾ TCVയിൽ ഫൺ വിത്ത് മാവേലിയോടൊപ്പം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കോളേജിലേക്കൊക്കെ നമ്മളൊന്ന് വരുന്നുണ്ട്. വരണ്ടേ? എന്താ പറഞ്ഞോ? അല്ല പിന്നെ അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടൂല്ലോ. അപ്പോൾ സമ്മാനം എല്ലാവരും ഒന്ന് പിടിച്ചോളാം. അപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലിയിൽ ദാ ഈ ചുള്ളന്മാരും ചുള്ളത്തികൾക്ക് ഒരു സമ്മാനം കൊണ്ട് കൊടുക്കുകയാണ്. മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവിട്ട് സമ്മാനം. അപ്പൊ ഹാപ്പി. അപ്പൊ TCVയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ചുള്ളത്തികൾ കുറെ പേര് നിൽക്കുന്നുണ്ട്. എന്താണ് വിശേഷം? സുഖാലേ? എന്താ പേര്? റിതി. പേരൊക്കെ ഞാൻ ചോദിക്കാം. എന്താ ഷെയ്ക്കാൻഡില്ലേ? ഹലോ മീനാക്ഷി. അവന് ഇംഗ്ലീഷൊക്കെ അങ്ങനെ അറിയില്ല. നമസ്കാരം. അപ്പോ പേര് പറഞ്ഞോളാം. ഋതി. എവിടെ സ്ഥലം? പൂങ്കുന്നം. എന്താ പഠിക്കണോ? ലോ കോളേജ്. ലോ കോളേജ് സ്റ്റുഡന്റ് ആണപ്പോ? അന്ന ഇവിടെ വിയൂര് പഠിക്കണോ? ലോ കോളേജ്. ഡിയ വീട് ചിറക്കൽ. ലോ കോളേജിനാണ് ഞങ്ങൾ എല്ലാവരും. ഓക്കെ. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ ഇവിടെ ആലപ്പാട്. ഗൗരി കൊടുങ്ങല്ലൂര്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഓണത്തിന്റെ ആ ഒരു വൈബ് മൂഡൊക്കെ ആയി തുടങ്ങിയോ? എങ്ങനെയാണ് ഓണാഘോഷങ്ങൾ? ഇല്ല, ഇന്നലെ അത്തം. അപ്പൊ ആ വൈബിക്ക് വരാൻ പോണുള്ളൂ. ഇനി സ്കൂളുകളിലെ ഓണാഘോഷമൊക്കെ പരിപാടി എന്നിട്ട് വേണം പൊളിക്കാൻ ഓണത്തിന്. നിങ്ങളുടെ ലോ കോളേജിലൊക്കെ എങ്ങനെയാണ് ഓണാഘോഷം? എന്നാ 29 വെള്ളിയാഴ്ചയാണ്. അപ്പൊ അന്ന് സെറ്റ് ആവും. അപ്പൊ മൂടാവും. അപ്പോഴേക്കും ഓണം വൈബാവും. ഓണക്കൊടിയൊക്കെ എടുത്തോ? എടുത്തു. എന്താണ് 29-ാം തീയതി ഉടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്? സാരിയാണോ അതെയോ ചുരിദാറാണോ എന്താണാവോ? ധാവണി. ഇപ്പോഴത്തെ സ്റ്റൈലാണല്ലേ ധാവണി. ആണോ? എല്ലാരും ധാവണിയാണോ? ഞാൻ ധാവണി. ഓണസാരി. സാരിയാണോ? ഓണസാരി. ഇവിടെയോ? പട്ടുപാട. കണ്ടോ? കണ്ടോ എന്ത് രസമാണെന്നറിയോ? നിങ്ങളെയൊക്കെ കാണുമ്പോൾ നോമന് കൊതിയാ എന്നറിയോ? ഈ ഓണം വന്നു കഴിഞ്ഞാൽ സുന്ദരികളാവാൻ കിട്ടിയ അവസരങ്ങളാണ്. എന്തെല്ലാം വേഷങ്ങള് ഇല്ലേ? ആണുങ്ങൾക്ക് മാത്രം ഒരു മുണ്ടുണ്ട്, ഒരു ഷർട്ടും ഉണ്ട് ഇല്ലേ? കസവും മുണ്ടും ഒരു ഷർട്ടും. നിങ്ങളാവുമ്പോൾ എന്തൊക്കെ മാറുന്ന ഫാഷൻ അനുസരിച്ച് ഇല്ലയോ? ഈ ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? വീട്ടിലുള്ള ഓണത്തിന്റെ പാലടയാണോ അടപ്രഥമനാണോ? സദ്യ, ഓണസദ്യ, പായസം ഇതൊക്കെ തന്നെ. വീട്ടിലെങ്ങനെയാണ് കളി, അങ്ങനെയുള്ള കളികളൊക്കെ. വീട്ടിലെന്തൊക്കെയാ പരിപാടി? പായസമൊക്കെ പുറമേന്ന് ഓർഡർ ചെയ്യണോ അതെയോ വീട്ടിൽ തന്നെ ഉണ്ടാക്കണോ? എന്താ പരിപാടി? വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഓണപ്പായസം, ഓണസദ്യ എല്ലാം സെറ്റ് ആക്കും വീട്ടിൽ തന്നെ. ബന്ധുക്കളൊക്കെ വരും? ഇല്ല, വീട്ടുകാര് മാത്രം. അവിടെ എങ്ങനെയാ? വീട്ടുകാരെന്നെ സദ്യ ഒക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കാനൊക്കെ കൂടും അതെയോ 10 മണിയാകുമ്പോൾ എണീറ്റ് വരുമോ? ഉണ്ടാക്കാൻ കൂടും. അന്നത്തെ ദിവസം നേരത്തെ കിടന്നുറങ്ങുമോ? നേരം വൈകിട്ടല്ലേ എണീക്കാ? കുളിച്ചൊരുങ്ങി ഓണസദ്യക്കായിട്ട് സെറ്റ്. നോം ചോദിച്ചാൽ കേട്ടില്ലേ? നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരം വൈകിയാണ് എണീക്കണേന്ന് ചോദിച്ചാൽ. നേരത്തെ കിടന്ന് നേരത്തെ കുട്ടികളെ അങ്ങനെ എണീക്കണം. അവിടെയോ? എല്ലാരും കൂടി കൂടും ഓണത്തിന്. എല്ലായിടത്തും വന്നിട്ട് ബന്ധുക്കളൊക്കെ വരും. അപ്പൊ ഒരു പാട്ട് ആർക്കാണെങ്കിലും പാടണത് ഒരുമിച്ച് അങ്ങോട്ട് പാടിക്കോ. അങ്ങോട്ട് വരിക. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ആഹാ. അപ്പോൾ ഓണം അങ്ങോട്ട് ഉഷാറാവട്ടെ, കളറാവട്ടെ. വെറുതെ വിടുന്നില്ല കേട്ടോ. TCVയുടെ ഫൺ വിത്ത് മാവേലി മനിക ഗോൾഡാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കണത്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പങ്കെടുക്കുന്ന മിടുക്കി കുട്ടികൾ പാട്ടൊക്കെ പാടുമ്പോൾ ഓണപ്പുടവ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഓണപ്പുടവ എല്ലാവർക്കും കൂടെ ഇടയ്ക്ക് പിടിച്ചോളാം. സന്തോഷമായോ? സന്തോഷം. നോമനെ കാണുമെന്ന് വിചാരിച്ചോ? ഇല്ല. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് ആരോടൊക്കെ പറയും? വീട്ടിൽ പോയിട്ട് എല്ലാരോടും പറയും. അതെ, മാവേലിനെ കണ്ടിരുന്നു. മാവേലി എന്ത് തന്നു? സമ്മാനം തന്നു. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊണ്ട് പറഞ്ഞേ. അപ്പൊ TCVയുടെ ഫൺ വിത്ത് മാവേലി എത്തിയിരിക്കുന്നത് മലയാളി മംഗളുടെ മുന്നിൽ. ചിരിച്ചേക്കണോ നോക്കി എല്ലാരും. എന്താ രസം. എന്തായി ഓണം എവിടെ വരെയായി? ഓണം അത്തം തുടങ്ങിന്ന്. എന്താ പേര്? ഗൗരി. എവിടെ സ്ഥലം?
വേലൂര് കേച്ചേരി വേലൂര് കേച്ചേരി. അവിടെ അടുത്ത് തന്നെ ഭാഗ്യലക്ഷ്മി എന്ന് പേര്. അംബിക ഗുജറാത്ത്. ഗുജറാത്ത് വാല. 37 വർഷത്തിന് ശേഷം നിങ്ങളെ ഒന്നിച്ച് കണ്ടെത്തണം. ഭയങ്കര സന്തോഷായി. ആ നോമിന് 10ാം ക്ലാസ്സിൽ പിരിഞ്ഞത് എല്ലാവരും. 10ാം ക്ലാസ്സിലായിരുന്നു. ആരായിരുന്നു മുന്നിലിരുന്ന ബെന്നിലെ ബെഞ്ചിൽ ആരായിരുന്നു? അത് ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ബിന്ദു 38 കൊല്ലൂരാണ് കേട്ടോ. ഇതിനു വേണ്ടി വന്നതാ, എല്ലാവരും കാണാൻ വേണ്ടി. ഇതിനു വേണ്ടി. അപ്പൊ നിങ്ങക്ക് വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടോ? നോമം പാതാളത്തിൽ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാതാളം വാട്സപ്പ് കൂട്ടായ്മ. ടൂർ വരുന്നുണ്ട്. ഞങ്ങള് ചേർത്തോളൂ. ഞങ്ങളെ ഈ ആഭരണങ്ങളൊക്കെ കണ്ടില്ലേ? അവിടെയൊക്കെ വന്നിട്ട് എങ്ങനെ എടുത്താലോ? അത് വേണ്ട, ഇവിടെ മതി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിലേക്ക് എത്ര നാളായി പോയിട്ട്? 35 വർഷം. ഇതിനു വേണ്ടി മാത്രം ഇങ്ങോട്ട് പോകുന്നു, എല്ലാവരും കാണാൻ വേണ്ടിട്ട്. എത്ര ദിവസം ഉണ്ടാവും എല്ലാരും കൂടെ? വെള്ളിയാഴ്ച പോവും. ഞാൻ കൊടകരയാ. പേര് കൃഷ്ണവേണി. സുധ വേലൂര്. രതി പറപ്പൂര്. ചെറൂര്. ഞാൻ ബീന വേലൂര്. ഷീല പറപ്പൂര്. എവിടെയോ കണ്ടുപരിച്ചുണ്ടല്ലോ. ആ ബിന്ദു അങ്കമാലി. അജി പുതുരുത്തി. അപ്പൊ ഇതിൽ ഇനി ആരൊക്കെ എന്തൊക്കെ ആയെന്നൊന്ന് ചോദിക്കട്ടെ. 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിട്ട് ആരെങ്കിലും വല്ല ആയോന്നൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഒന്നാവുക ചെയ്തു 3 കുട്ടികളുടെ അമ്മ. അത്രേ ഉള്ളൂ. അതെങ്കിൽ അത് നോം പ്രതീക്ഷിച്ചത്. ഞാനൊരു ടീച്ചറായി, ടീച്ചർമാരുടെ ലുക്കൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവിടെ ചോദിച്ചാ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല, 2ഉം 3ഉം കുട്ടികളുടെ അമ്മമാരായല്ലോ. ഓണാഘോഷം എങ്ങനെയാ വീട്ടില്? ഓണാകുമ്പോഴേക്കും ഞങ്ങൾ പോവും, ബാംഗ്ലൂർ പോവും. അതങ്ങനെ തന്നെ വേണം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ. അവിടെ ഫാമിലി ഇല്ലേ, അവരെ നോക്കണ്ടേ? ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓണാഘോഷിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നന്നായി ഉണ്ടാക്കാൻ പറ്റുന്ന കറി ഏതാ? കാളൻ. അതാകുമ്പോ എളുപ്പമാണ്. കാളൻ. ഇഞ്ചമ്പുളി ആവാഞ്ഞ ഭാഗ്യം. ഞങ്ങൾ അടിപൊളി ആഘോഷിക്കാറുണ്ട് ഗുജറാത്തില് എല്ലാവരും. ആഘോഷം എല്ലാവരും കൂടിയിട്ട് ഫാമിലി, പിന്നെ എന്താ പറയാ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട്. പൂക്കളൊക്കെ ഇടുവോ? ഓ അടിപൊളി. തൃക്കാരപ്പന വെക്കും. പിന്നെ അപ്പൊ അവിടെയുള്ള ആൾക്കാരെ ഒന്ന് ചോദിക്കോ? ഗുജറാത്തി ചോദിക്കും എന്താണ്. അവര് ഗുജറാത്തി സ്റ്റൈലിൽ എന്താ ചോദിക്കുക? അവര് ചോദിക്കും എന്താണ് തേവാർ, ഗുജറാത്തിയിൽ ചോദിക്കുന്നത് ക്യാ തേവാർ ഹേ ചോദിക്കും. നമ്മള് നോമ്പ് പഠിച്ചു. അപ്പൊ ഈ ഫൺ വിത്ത് മാവേലി പരിപാടി നല്ലതാണ്, ഗംഭീരമാണെന്ന് ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞേ. ഹിന്ദിയല്ല, ഗുജറാത്തി പറഞ്ഞേ. ഗുജറാത്തിലാ എന്താ പറയണ്ടെന്ന്? ഫൺ വിത്ത് മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നടത്തുന്ന ഫൺ വിത്ത് മാവേലി. അങ്ങനെയൊക്കെ പറയാൻ നിന്നറിഞ്ഞ ഈ നോമ പോയി ഇവിടെ നിന്നേനെ. गुजराती केरला में त्यौहार है ओणम। इसे फेस्टिवल ये वर्ष आघोष करता है, इसलिए सब लोग मावेली पाताल से आता है. എല്ലാരും കണ്ടു. ബംഗാളി എന്താ പറയാ, ഹിന്ദി പറഞ്ഞ പോലെ സാരമില്ല, കേൾക്കുമ്പോ രസം. അവിടെ കൊടകര എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? കൊടകര സൂപ്പറാണ്, അടിപൊളിയാണ്. ഓണൊക്കെ അടിപൊളിയാവും. എന്താ മിണ്ടാണ്ട് നിൽക്കണേ? പണിക്കോ? ഇതിലാരെ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഇതില് കുശുമ്പെടുത്ത ആരെയാ? ഞങ്ങൾക്ക് ആർക്കും കുശുമുണ്ടായിരുന്നില്ല. ഓണ പറയരുത്. എല്ലാം നല്ല കുട്ടികളായിരുന്നു ഞങ്ങൾ എല്ലാവരും. വളരെ ഡീസന്റ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും. ഒരു വായനോട്ടം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാ കല്യാണം കഴിച്ച ആരെയാ? സ്നേഹിച്ചില്ല കഴിച്ചില്ലേ? അല്ല ശരിക്കും വന്ന് ആലോചിച്ച് അപ്പൊ ഇതില് ഞാൻ ആരാ സ്നേഹിച്ച് കല്യാണം കഴിച്ചാറുള്ളേ? ആരുമില്ല. അപ്പൊ നല്ല കുട്ടികളാ. അങ്ങനെ വേണം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കാലഘട്ടം മാറി അല്ലേ, ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാ ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ശരിക്കും കളറാവണം. അതായത് എങ്ങനെയാ ഓണം ആസ്വദിക്കണം, ലഹരി ഓണം ആവണം, ലഹരി വേറൊന്നും ആവരുത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ പെട്ടിരിക്കുകയാണ് അല്ലേ? എന്താ ശരിയല്ലേ? ശരിയാണ്. വേണം. നന്നായി ഭംഗിയായി തുണിയിളക്കാൻ അറിയണമെന്ന് ഞാൻ ചോദിക്കണില്ല. നന്നായിട്ട് ഭംഗിയായി പാട്ട് പാടാൻ അറിയണാരുള്ളേ, അല്ലെങ്കിൽ എല്ലാരോടും ഒരു പാടാ അല്ലേ? മാവേലിയുടെ പാട്ട് തന്നെ പാടിക്കോ. പാടിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആനന്ദത്തോടെ വസിക്കും കാലം
അബദ്ധങ്ങാകുമുട്ടില്ലതാനും ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ പാലില്ല കള്ളവുമില്ല ചതിവുമില്ല എല്ലോളമില്ല മൊളിവചനം കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ആടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒന്നുപോലെ കണ്ടോ, ഇതാണ് ഈ ഒന്നുപോലെ എന്ന് പറയുന്നത് അല്ലേ? എത്ര വർഷം മുമ്പാ? 37 വർഷം മുമ്പ് ഇന്ദുചൂടം വന്നത് പുതിയ കളികൾ കാണാനും പുതിയ കളികൾ കാണിക്കാനും സമ്മാനം തരാനും. അങ്ങനെ അത്തത്തിന്റെ അന്ന് നോം ഇവിടെ വന്നു, ഭീമം പൂക്കളം കണ്ടു. അതിനേക്കാൾ ഭീമം സ്നേഹമുള്ള കുറെ പൂക്കളങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി. 35 വർഷമുള്ള മംഗമാരെയൊക്കെ കണ്ടു. അപ്പൊ സന്തോഷമുണ്ട്. ഗുജറാത്തിക്കാരി ആണെങ്കിലും ഇല്ലേ, ഗുജറാത്തിൽ പോകുമ്പോ ഗുജറാത്തിക്കാരി, കൊടകരയിൽ പോകുമ്പോ കൊടകരക്കാരി, പിന്നെ വേലൂര് പോകുമ്പോ വേലൂരുകാരി, പിന്നെ ഇതെവിടെയാ ബാംഗ്ലൂർ പോകുമ്പോ ബാംഗ്ലൂരുകാരി. അപ്പൊ എത്ര കാര്യങ്ങളാണെങ്കിലും ഇവിടെ വരുമ്പോ എല്ലാം നമ്മള് ഒന്നാണ്. അപ്പൊ ഓണം ആഘോഷിക്കുക. ഇതാണ് സൗഹൃദം എന്ന് പറയുന്നത്. ഇതൊന്നും മുറിഞ്ഞു പോകരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും ഒരുമിച്ച് എല്ലാവരും കൂടെ വന്നോളണം. കല്യാണങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ടോ മക്കളൊക്കെ? ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളോ? അപ്പൊ ആദ്യം ആരുടെ വീട്ടിലായിരിക്കും ഒരു കല്യാണം ഒക്കെ വരാൻ സാധ്യത? ആരാണെന്ന് ആരുടെ വീട്ടിലായിരുന്നു? അതെ അല്ലേ? അപ്പോ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം എല്ലാവർക്കും കൂടി ഇതെന്നും ഓർമ്മയിൽ വെക്കുക. കാരണം ഇത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷമാണ്. നിങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയ നിമിഷം നോമിന് പാതാളത്തിൽ നിന്ന് വരാനും ഇവിടെ കാണാനൊക്കെ സാധിച്ചു. അപ്പോൾ ഇന്ന് രാത്രി, അതായത് എല്ലാ ദിവസവും രാത്രി 7:30 TCVയിൽ ഫൺ വിത്ത് മാവേലിയിൽ ഇതൊക്കെ അവിടെ കാണിക്കും. എന്നിട്ട് ബാക്കിയുള്ള പിന്നെ എന്താ പറയാ, ഇന്ന് കാണിക്കുമെന്ന് 7:30 എപ്പോഴാണ്? നമ്മുടെ പരിപാടിയുടെ പേരെന്താ? മനിക ഗോൾഡ്. പറഞ്ഞേ മനിക ഗോൾഡ് ഡയമണ്ട് നൽകുന്ന ഇടിവെട്ട് സമ്മാനം. 35 വർഷമായ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ടീമിന്. സന്തോഷമായി. അപ്പൊ എല്ലാരോടും പിടിച്ചോളൂ, എല്ലാരോടും. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണപ്പുടവയാണ് ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ടീം ഒരുപാട് പേര് ഒരുപാട് സന്തോഷമായോ? കണ്ടപ്പോ സന്തോഷമായി. അവന്റെ കയ്യിൽ നിന്ന് സമ്മാനം പിടിച്ചു ഹാപ്പിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുത്തേ. അപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട്. അപ്പോൾ ഈ പരിപാടി കാണുന്നവരോട് നോമിന് പറയാനൊരു കാര്യമുണ്ട്. അതായത് നോം ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും കാണുകയാണെങ്കിൽ ഓടി വരിക, എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. നമ്മൾ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പറയും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 7:30 അതായത് ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പാതാളത്തിലുള്ള TV-യിലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കണുണ്ടല്ലോ. ആരാണ് ഓടുന്നത്? നോമനെ കണ്ടപ്പോൾ തിരിഞ്ഞിരിക്കണോ? എവിടെയൊക്കെ കണ്ടുവരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ പാതാളത്തിലുള്ള TV-യിലൊക്കെ മുഖം വരുന്ന ആളൊക്കെയാണല്ലോ. ചെറിയ ചെറിയ സീരിയലൊക്കെ ചെയ്യണ ആള്. എന്താ പേര്? നവനീത് കൃഷ്ണ. കണ്ടോ, നമ്മുടെ അവിടെയും പുതിയ ചാനലുകളൊക്കെ തുടങ്ങി. അപ്പോൾ ഇവരുടെ പരിപാടികളൊക്കെ കാണാറുണ്ട്. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? പിന്നെ തീർച്ചയായും സന്തോഷം. ഓണൊക്കെ അല്ലേ, സന്തോഷമാണ്. അപ്പോൾ തൃശ്ശൂരാണ്? അതെ, എൻ്റെ തിരുവമ്പാടിയുടെ ബാക്കിലായിട്ടാണ് വീട്. അപ്പോൾ പരിചയപ്പെട്ട് തുടങ്ങാം. പേര് പറഞ്ഞോളൂ. നമ്മള് സുഭാഷ് എന്ന് പറയും. അപ്പൊ അതിലും വലിയ അഭിനേതാവ് അല്ലേ? നമ്മൾ ഈ അമ്പല കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് വന്നു നിന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഓണാഘോഷത്തിൻ്റെ വളരെയധികം ഭംഗിയായിട്ടുള്ള പൂക്കളും കാര്യങ്ങളും എല്ലാം ഇറങ്ങി. അതും കണ്ടത് വലിയ സന്തോഷമായിട്ട് ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കായിരുന്നു. അപ്പോഴാണ് നോം വരുന്നത്. അതെ, ഞങ്ങളൊരു ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നതാണ് സത്യേട്ടൻ്റെ ഐസ്ക്രീം കട. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും കാശ് മുടക്കില്ലല്ലോ. ഇല്ല, ആൾ ഐസ്ക്രീം ഒക്കെ വല്ലപ്പോഴൊക്കെ മേടിക്കണം കേട്ടോ.
എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട് അപ്പോ? വർക്ക് നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഓണല്ലേ, ഇനിയിപ്പോൾ വീട്ടിലേക്ക് കുറേ കാര്യങ്ങൾ വേണ്ടേ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇവൻ സിനിമാ നടനായപ്പോൾ ഇവനും കുറേ ഡ്രസ്സ് വേണ്ടേ. വലിയ ആളൊക്കെ ആയപ്പോ അച്ഛൻ എന്തെടുത്ത് തന്നു ഈ പ്രാവശ്യം? അച്ഛനിപ്പോൾ സാധാരണ തരുന്ന പോലെ ഒരു ഐസ്ക്രീം മേടിച്ചു തരും. പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. കുഴപ്പമില്ല, ഉഷാറാവട്ടെ. ഓണത്തിന് പുതിയ പുതിയ പരിപാടികളൊക്കെ ഉണ്ടാവട്ടെ. കളറാവട്ടെ. അവിടെ എങ്ങനെയാ? എൻ്റെ പേര് ഗിരീഷ്. നമ്മളിങ്ങനെ അമ്പലം ഇതൊക്കെ ആയിട്ട് തന്നെ ബേസ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അടിച്ചു പൊളിച്ച് ആഘോഷിക്കാണ്. പ്രദീപ് മണ്ണൂത്തിയിൽ ഇവരുടെ കൂടെ ഉണ്ട്. അതെ, അവിടെ. അപ്പൊ എങ്ങനെയാ സീരിയലാടാ പുതിയ പരിപാടികളൊക്കെ ഉണ്ടോ? പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആക്ച്വലി വടക്കുന്നാഥൻ്റെ സമിതി വൈസ് പ്രസിഡന്റ് ആയിട്ട് കയറി. അപ്പോൾ ഒട്ടേറെ സന്തോഷം ഈ പ്രാവശ്യത്തെ സമിതിയിൽ കയറാൻ പറ്റി തന്നെ. പിന്നെ ഇനി പുതിയ വർക്ക് ഇനിയിപ്പോൾ വരികയാണ് ഏഷ്യനെറ്റിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏഷ്യനെറ്റിൽ കാതോടും സീരിയലായിരുന്നു ചെയ്യുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സി കേരളത്തിൽ അപൂർവരാഗം എന്ന് പറഞ്ഞ സീരിയൽ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 2 മാസം ഈ ആനയൂട്ട് വടക്കാൻ്റെ ആനയൂട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രേക്ക് എടുത്തേക്കായിരുന്നു. അപ്പം അതിന് ശേഷം ഒരു പുതിയ സീരിയൽ ഏഷ്യനെറ്റിൽ ഇനി വരികയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. വരുമ്പോ ഞാൻ പറയാം. അപ്പൊ ഉഷാറാവട്ടെ, അനുഗ്രഹം ഇരിക്കട്ടെ കേട്ടോ. ആശംസകള് നന്നായി വരട്ടെ. ഓരോ കലാകാരന്മാരെ നാട്ടിലിങ്ങനെ കൂടുതൽ വരട്ടെ അല്ലേ. അപ്പോ 2 വരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു സീരിയൽ ആക്ടറാണ്, സിനിമ സീരിയൽ ആക്ടറാണ്. അപ്പോൾ കുടുംബം മൊത്തം അങ്ങോട്ട് അഭിനയിക്കുകയാണ് അല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി ഒന്നൊരു മൂളിക്കേ. എന്ത് പാട്ട്? പറ്റും പോലെ ഏത് പാട്ട് പറയാ? ഏതായാലും കുഴപ്പമില്ല, ഓണല്ലേ. പാട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ആള് പാട്ടുകാരനാണ്. എന്നാ മതി. അച്ഛനെങ്കിൽ അച്ഛൻ. അല്ല, കലാകുടുംബാണ്, ദൈവം അനുഗ്രഹിച്ച കുടുംബാണ്. അപ്പൊ പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാത്തുള്ളൂ. ഇനിയിപ്പോ ഞങ്ങള് പ്രൊഡ്യൂസിങ്ങിന്റെ രംഗത്തുണ്ട്. ഞങ്ങള് സിനിമ പ്രൊഡ്യൂസിങ്ങിന്റെ രംഗത്ത് നമ്മുടെ സുഹൃത്ത് അങ്ങോട്ട് നീങ്ങുന്നതാണ്. അദ്ദേഹമാണ് അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയില് ക്യാഷൊക്കെ ഇറക്കിയിട്ടുള്ള ആളാണ്. അതുപോലെ ഇപ്പൊ പൂ മാർക്കറ്റിലും അദ്ദേഹം തന്നെ ക്യാഷൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ എന്താ ഏതൊരു പാട്ട പാടുക അറിയുന്ന മനോഹരമായ 2 വരി അത്രേ ഉള്ളൂ. മോഹനൊരു സന്തോഷം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഒരു ഗദ്ഗതമാം മനസ്സിലല്ലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഗംഭീരം, കലക്കി. അപ്പോ നമ്മുടെ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ്, അവരാണ് ആ ഫൺ വിത്ത് മാവേലിയുടെ പ്രായോജകർ. അവര് തരുന്ന ഒരു ഇടിവെട്ട് സമ്മാനം. സുമംഗലി നീ ഓർമ്മിച്ചോണ്ടിരിക്കട്ടെ എന്ന് ഓർത്തോണ്ട് അങ്ങോട്ട് അല്ലേ സമ്മാനം പിടിച്ചോളൂ. ഒരു അപ്പൊ സന്തോഷായി. പ്രതീക്ഷിക്കാതെ കിട്ടിയത് അത് അത്തന്നാളില് തന്നെ. ഓണക്കോടി കൈ നിറയെ അവസരങ്ങൾ കിട്ടട്ടെ. നമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോ വലിയ നടനൊക്കെ തീരട്ടെ. അവസാനം നമ്മ പറഞ്ഞ നടൻ അല്ലേ. അപ്പോ ഒരു ഹാപ്പി ഓണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞേ. അപ്പോ ഇന്നത്തെ വിശേഷങ്ങള് അങ്ങോട്ട് തൽക്കാലം അങ്ങോട്ട് നിർത്തുകയാണ്. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി നാളെ നമ്മൾ ഇതേ സമയത്ത് അങ്ങോട്ട് വരും. അപ്പോൾ മറക്കണ്ട കേട്ടോ. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നോമിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരിക. ഇനിയുണ്ട് നമ്മൾ 9 നാള് എവിടെ TCVയിൽ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൺ വിത്ത് മാവേലിയിൽ നാളെ കാണാം. ഇതേ സമയത്ത് നോം വരും കേട്ടോ. അപ്പോൾ നാളെ കാണാം. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം.
കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.